തെറ്റു പറ്റിയതിലുള്ള മനസ്സറിഞ്ഞ ഖേദപ്രകടനം മാത്രമല്ല, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുകൂടിയാണ് പശ്ചാത്താപം. ചിലത് വേണ്ടിയിരുന്നോ എന്ന ചിന്ത നമ്മളെ വേദനിപ്പിക്കാം. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് രണ്ടുവട്ടം ആലോചിക്കണം. മനുഷ്യൻ അവന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തരല്ലാതെ ജീവിതം മുഴുവൻ നമ്മൾ നമ്മളിൽ നിന്ന് മാറി മറ്റൊരാൾ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതസിദ്ധമായ നമ്മുടെ വ്യത്യാസങ്ങളെ പരിപാലിക്കാൻ പഠിക്കണം. ഒരാളെ വിലയിരുത്തേണ്ടത് എങ്ങനെയാ? അയാൾ എന്തൊക്കെ സമ്പാദിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അവ നേടിയെടുക്കാൻ അയാൾ എന്തു വില കൊടുത്തു എന്നതുകൂടി കണക്കുകൂട്ടേണ്ടേ? പരസ്യമാക്കാനൊക്കെ കഴിയുന്നത് നിർവ്വഹിൽ സമ്പാദിച്ചവ മാത്രമേയുള്ളൂ. അത് സമ്പത്താണെങ്കിലും ശരി, സന്തോഷമാണെങ്കിലും ശരി. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി സമ്പാദ്യം ഉണ്ടാക്കുന്നവർക്കും ഉള്ളത് വിറ്റുപെറുക്കി പദവികളിൽ എത്തുന്നവർക്കും അത്ര സന്തോഷമൊന്നും ഉണ്ടാകണമെന്നില്ല. പലരെയും അത്ര വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ദൂരെ കണ്ടപ്പോൾ മിന്നിത്തിളങ്ങി, അവയെല്ലാം അടുത്തെത്തിയപ്പോൾ വെറും വളപ്പൊട്ടുകളാണെന്ന് അറിയുന്നത് വലിയ പരാജയം തന്നെയല്ലേ? അവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ സമയവും സമ്പത്തും സമാധാനവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്വന്തം കഴിവിൽ ഒന്നും ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയില്ലെന്നും സ്വയം തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു കള്ളമാണ്. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ അവരായിരിക്കാം. സമയവും സാഹചര്യവും എപ്പോൾ വേണമെങ്കിലും മാറാം. അതിനാൽ ആരെയും അപമാനിക്കരുത്, അല്ലെങ്കിൽ ആരെയും വിലകുറച്ച് കാണരുത്. നിങ്ങൾ ശക്തനായിരിക്കാം, പക്ഷേ സമയം നിങ്ങളെക്കാൾ ഒരുപാട് ശക്തമാണ്. പ്രാർത്ഥനകളിൽ ആത്മവിശ്വാസവും പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നു വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യനാണ്. സ്നേഹം ആരെയും ആരിൽ നിന്നും തട്ടിയെടുക്കുന്നില്ല. സ്നേഹം ആരെയും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല. സ്നേഹം സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു. നിസ്വാർത്ഥമായ ചിലപ്പോഴൊക്കെ മാപ്പ് കൊടുത്തുകൊണ്ട്, മറ്റു ചിലപ്പോഴൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട്. ഒരുപക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നുപോകുന്ന വേദന ഒന്നുമല്ലാതാക്കുന്ന ഒരു ദിവസവും സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മൂടൽമഞ്ഞിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി ദൃശ്യമാകാത്തപ്പോൾ ദൂരേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് പ്രയോജനകരമല്ല. പാത താനെ തുറക്കപ്പെടും. ചില ദുഃഖങ്ങൾ നാം സ്വയം ഏറ്റുവാങ്ങുന്നതാണ്. ദുഃഖം അനുഭവിക്കാൻ കാരണങ്ങൾ ഉണ്ടെങ്കിൽ സന്തോഷങ്ങൾക്ക് പിന്നിലും ധാരാളം കാരണങ്ങളുണ്ടാകും. അവ കണ്ടെത്തി ജീവിതത്തെ മനോഹരമാക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കരുത്. ആത്മാർത്ഥമായി കുട്ടികളെപ്പോലെ ചിരിക്കുക. മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറയട്ടെ, സന്തോഷം നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ പരിധികളുണ്ട്. എളുപ്പമല്ല, എന്നാലും വേദനിപ്പിച്ചവരെ വിട്ടുകളയുക. മറക്കാനും പൊറുക്കാനും ഒന്നും നിൽക്കേണ്ട. ചുറ്റും നോക്കി ഇരുന്നാൽ ഓർമ്മകൾ വന്ന് മുറിവിൽ തൊടും. മുന്നിലേക്ക് മാത്രം നോക്കൂ. സ്വന്തം ജീവിതത്തെ കെട്ടിപ്പിടിച്ച് യാത്ര തുടരുക.
നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തിരിച്ചും അയാൾക്ക് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ നിങ്ങൾ അയാൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാതെ കടന്നു പോകുക എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഒരാൾ സത്യത്തോട് എത്ര കണ്ട് ചേർന്നു നിൽക്കുന്നുവോ അത്ര കണ്ട് അയാളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു. അയാളെ സമൂഹം ശാരീരികമായും മാനസികമായും മുറിവേൽപ്പിക്കും. പക്ഷേ ആർക്കും അയാളെ അത്യധികമായി തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. നമ്മൾ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. നമ്മുടെ സുന്ദരമായ ജീവിതത്തിൽ നമുക്ക് നേടാനാകുന്ന ഒരു മഹത്തായ കാര്യം, ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയ ഓർമ്മയും അതുപോലെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ചെറിയ ഒരു സ്ഥാനവും. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടത്താൻ ദൈവം നിശ്ചയിച്ചിരിക്കും. സ്വയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ ഇതുവരെ സ്വയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറായവരെ ആശ്രയിച്ച് അവസാനം ജീവിക്കാൻ നിങ്ങൾ. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്.